നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോഴും ഒരു വാക്യം ധ്യാനിക്കാം. സങ്കീർത്തനം 16-ാം അധ്യായം 8-ാം വാക്യം. സങ്കീർത്തനം 16-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. യഹോവ എപ്പോഴും എൻ്റെ കൺമുൻപിൽ വച്ചിരിക്കുന്നു. ജീവിതത്തിൽ മുൻപായി വച്ചിരിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു. യഹോവ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. നാം ഇന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു. യേശുപ്പച്ചനെ ആരാധിക്കുന്നു, വിളിക്കുന്നു. യേശുപ്പച്ചൻ പറയുന്നു, ഞാൻ നിന്നെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്ന ആ കർത്താവ് പറയുന്നു. യഹോവ പറയുന്നു, യഹോവയാം ദൈവം പറഞ്ഞാൽ യേശുപ്പച്ചൻ. വഴിതെറ്റിക്കുന്നവരുണ്ട്. ബ്രോഡ് വേയിൽ നാരോ വേയിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ പോകാതെ യേശുപ്പച്ചനെ പിന്തുടരുന്നവരുടെ കൂട്ടത്തിൽ പോകണം. എന്നാലേ അനുഗ്രഹമുള്ളൂ. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ കൺമുൻപിൽ വെച്ചിരിക്കുന്നു, എൻ്റെ വലത്ത് ഭാഗത്ത് വെച്ചിരിക്കുന്നു. ഞാൻ കുലുങ്ങിപ്പോയി. ഐ വിൽ ബി ഫിക്സഡ്, ഐ വിൽ ബി സ്റ്റഡി, ഐ വിൽ ബി സ്ട്രോങ്, ഐ വിൽ ബി ലൈക്ക് എ മൗണ്ട് സിയോൺ. സോ ലെറ്റ്സ് ഹോപ്പ് ഇൻ ദ ലോർഡ്. കർത്താവിനെ ആരാധിക്കുവാൻ നാം പോകണം. എനിക്കിപ്പോൾ സാധിക്കുന്നില്ല, എന്നാൽ ദൈവം തരും. ദൈവം പറയുന്ന സമയത്ത് പോകും. കർത്താവിൻ്റെ വരവുകൾ എഴുതുകൊള്ള പഠനമെങ്കിൽ ജീവൻ്റെ പുസ്തകമായ ബൈബിൾ പറയുന്നത്, ബൈബിളിനെ കുറിച്ച് പലരും പല വിധത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, യേശുപ്പച്ചനെ ട്രിനിറ്റി ഗോഡ്, വി സെർവ് ട്രിനിറ്റി ഗോഡ്. യേശുപ്പച്ചൻ, പിതാവ്, പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്, ട്രിനിറ്റി ഗോഡ്. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ വചനം ധ്യാനിക്കണം. വചനത്തിലിരിക്കുന്ന ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ മുക്തത വചനം അങ്ങനെ നിറവേറും. ബൈബിളിലുള്ള ഓരോ എഴുത്തും നമ്മുടെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കുറവശെല്ലാം കർത്താവിനെ ഏറ്റു പറയുമ്പോൾ യേശുപ്പച്ചൻ ക്ഷമിച്ച് വെണ്മയാക്കി തീർത്ത് നമ്മൾ വിശുദ്ധ ജീവനമാക്കി തീർക്കും. കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ വലത്ത് ഭാഗത്തുണ്ട്, നീ കുലുങ്ങി പോകുന്നില്ല എന്ന് കർത്താവ് പറയുന്നു. വഴിതെറ്റിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവരുടെ കാര്യങ്ങൾ ബൈബിളിൽ അലൈനാണോ നോക്കണം, ബൈബിളിലുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ പറയാത്തവരുടെ കൂട്ടത്തിൽ പോകുവാൻ പാടില്ല. ദൈവത്തിൻ്റെ വചനം തീക്ഷ്ണതയുള്ള വചനമാണ്. മനസ്സിനെ തുളയ്ക്കുന്ന വേർഡ്. ഇറ്റ്സ് എ വേർഡ്, ഇറ്റ്സ് എ സ്വാഡ്. അതുകൊണ്ട് കർത്താവിനെ ആരാധിക്കാം. അതുകൊണ്ട് യേശുപ്പച്ചനെ വിളിക്കാം. സങ്കീർത്തനം 16-8-ാം വാക്യം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. എത്ര നല്ല വാക്യം. നമ്മളെ ഉപ്പായിരിക്കാൻ കർത്താവ് പറയുന്നു. ഉപ്പായിരിക്കണം, വെളിച്ചമായിരിക്കണം, ബ്രെഡ് ഓഫ് ലൈഫ്. വി ഷുഡ് ടേക്ക് ദ കർത്താവിൻ്റെ വാഗ്ദത്ത വചനം. മന്ന ഒരു ബ്രെഡാണ്, അത് ആ റൊട്ടിയാണ്. നമ്മളത് കഴിക്കണം. കർത്താവിൻ്റെ വചനം പാനം ചെയ്ത് ജീവിക്കുവാൻ നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിനെ ധ്യാനിക്കാം, യേശുപ്പച്ചനെ ധ്യാനിക്കാം. ആമേൻ.